Welcome back to chemistry class. Standard 9, the chapter 5, acids, bases and salts. Now let us discuss preparation of carbonic acid and sulfurous acid. Carbonic acid and sulfurous acid എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. H2CO3 carbonic acid, H2SO3 sulfurous acid. It is very easy. When carbon dioxide gas dissolved in water, we get carbonic acid. That is soda water. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിനെ ജലത്തിൽ ലയിപ്പിക്കുമ്പോഴാണ് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. അതുപോലെ SO2 സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ജലത്തിൽ ലയിപ്പിക്കുമ്പോഴാണ് സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാകുന്നത്. ഇനി ഈ രണ്ട് ഗ്യാസസും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ് വാഹനങ്ങളിൽ നിന്ന്, SO2 സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ്, അതുപോലെ NO2 സൾഫർ ഡൈ ഓക്സൈഡ്, SO2 സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ്, NO2 നൈട്രജൻ ഡൈ ഓക്സൈഡ്, CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അല്ലേ. അപ്പോൾ ഇത്തരം ഈ ഗ്യാസസ് അന്തരീക്ഷത്തിലേക്ക് ധാരാളമായിട്ട് പുറന്തള്ളപ്പെടുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നും അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ വ്യാവസായിക ശാലകളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് വെരി ഈസി ടു ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ ഈ ഗ്യാസസ് ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇവ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ ലയിച്ചിട്ട് ആസിഡായിട്ട് മണ്ണിലെത്തുന്നു, ഭൂമിയിലെത്തുന്നു. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ആസിഡ് റെയിൻ അഥവാ അമ്ലമഴ. ഇനി അമ്ലമഴയുടെ കുറച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കാൻ നമുക്കൊരു വീഡിയോ കാണാം. വാട്ട് ആർ ദി എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ആസിഡ് റെയിൻ? ലെറ്റ് us discuss. Plants lose their ability to produce carbohydrates through photosynthesis as their leaves are destroyed. ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് ഇല്ലാതെയാകുന്നു. സിവിയർ ആസിഡ് റെയിൻ ഡിസ്ട്രോയ്സ് ദ ഗ്രീനറി ഓഫ് എ റീജിയൻ. കഠിനമായ അമ്ലമഴ ഒരു ഭൂപ്രദേശത്തെ ഹരിതാഭമല്ലാതാക്കുന്നു, അതായത് ഇലകളുടെയൊക്കെ പച്ചനിറം ഇല്ലാതാകുന്നു. The acidic nature of water causes the death and destruction of fish and corals. ജലത്തിന് അമ്ലഗുണമുണ്ടാകുന്നതിനാൽ മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിന് കാരണമാകുന്നു. ആൽക്കലിയുടെ ചില പൊതുവായ ഗുണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് വീണ്ടും ഒന്ന് ഓർമ്മിക്കാം. കാരരുചിയുള്ളതാണ്, ആൽക്കലൈൻ ടേസ്റ്റ്. വഴുവഴുപ്പുള്ളതാണ്, സോപ്പി ടു ടച്ച്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. നമുക്ക് ചെറിയൊരു പരീക്ഷണം കാണാം. മാഗ്നീഷ്യം റിബൺ കത്തിക്കുന്നു. മാഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കിട്ടുന്ന ഉൽപ്പന്നത്തെ ജലത്തിൽ ലയിപ്പിക്കുന്നു. ജലത്തിൽ ലയിപ്പിച്ച് അതിന് ആസിഡ് സ്വഭാവമാണോ അതുപോലെ ബേസിക് സ്വഭാവമാണോ എന്ന് നമുക്ക് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് തിരിച്ചറിയാം. പരീക്ഷണം ശ്രദ്ധിക്കുക. ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ വാച്ച് ഗ്ലാസ് ഉണ്ട്, അതുപോലെ സ്പിരിറ്റ് ലാമ്പ്, തീപ്പെട്ടി, മാഗ്നീഷ്യം റിബൺ. സ്പിരിറ്റ് ലാമ്പ് കത്തിക്കുന്നു. തുടർന്ന് മാഗ്നീഷ്യം റിബണിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് കത്തിക്കുന്നു. കത്തുമ്പോൾ മാഗ്നീഷ്യം റിബണിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ശോഭയോടുകൂടി കത്തുന്നു. കത്തിക്കഴിയുമ്പോൾ ലഭിക്കുന്ന ആഷിൻ്റെ
പദാർത്ഥത്തിൻ്റെ നിറം ശ്രദ്ധിക്കുക. ഇപ്പോൾ മാഗ്നീഷ്യം റിബൺ കത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു വെളുത്ത പൊടിയാണ് ലഭിച്ചത്. ആ വെളുത്ത പൊടിയാണ് മാഗ്നീഷ്യം ഓക്സൈഡ്. ഇനി മാഗ്നീഷ്യം ഓക്സൈഡിലേക്ക് 2 ഡ്രോപ്പ് ജലം ചേർത്ത് ലയിപ്പിക്കുന്നു. ഈ ലയിപ്പിച്ച ലായനിയെ ലിറ്റ്മസ് പേപ്പറിലേക്ക് ഒഴിക്കുന്നു. നീല ലിറ്റ്മസ് പേപ്പറിലേക്കും ചുവന്ന ലിറ്റ്മസ് പേപ്പറിലേക്കും ഒഴിക്കുന്നു. അപ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നീല നിറമായി മാറിയിട്ടുണ്ട്. അതായത് മാഗ്നീഷ്യം ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചപ്പോൾ അത് ബേസിക സ്വഭാവമുള്ള പദാർത്ഥമായി മാറി. ഒരു പരീക്ഷണം കൂടെ ശ്രദ്ധിക്കുക. കാൽസ്യം ഓക്സൈഡ് ഒരു ചെറിയ ബീക്കറിലേക്ക് എടുക്കുന്നു. കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നീറ്റുകക്കയാണ്, വെളുത്ത പൊടിയാണ് നീറ്റുകക്ക. അതിലേക്ക് ജലം ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നീറ്റുകക്കയെ അഥവാ കാൽസ്യം ഓക്സൈഡിനെ ബീക്കറിലെ ജലത്തിൽ ലയിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. പൂർണ്ണമായിട്ട് ലയിപ്പിക്കാൻ സാധിക്കില്ല. ഇനി ഈ പ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്, എക്സോതെർമിക് റിയാക്ഷനാണ്. കാൽസ്യം ഓക്സൈഡ് ജലത്തിൽ ലയിക്കുന്നത് താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ ബീക്കറിൻ്റെ അടിഭാഗം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. നമ്മൾ അതിലേക്ക് ഒരു ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കുന്നു. ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ശ്രദ്ധിക്കുക. അത് വളരെ പെട്ടെന്ന് നീല നിറമായി മാറി. അപ്പോൾ അതായത് ബീക്കറിലുള്ള പദാർത്ഥം ബേസിക സ്വഭാവമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാൽസ്യം ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ഉണ്ടാകുന്നത്. ഇത് 2 പരീക്ഷണങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. അപ്പോൾ ആദ്യത്തെ പരീക്ഷണത്തിൽ മാഗ്നീഷ്യം ഓക്സൈഡുമായി പ്രവർത്തിച്ച മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നീഷ്യം ഓക്സൈഡാണ് വെളുത്ത പൊടി. മാഗ്നീഷ്യം ഓക്സൈഡിൽ ലിറ്റ്മസ് പേപ്പർ ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡായി മാറുന്നു. എന്നിട്ട് അതിലേക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ അത് നീല നിറമായി. അപ്പോൾ അത് ബേസിക സ്വഭാവമുള്ള പദാർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ കാൽസ്യം ഓക്സൈഡ് നീറ്റുകക്കയിലേക്ക് ജലം ചേർത്തപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ലായനിയിലും ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കിയപ്പോൾ അതിൻ്റെ നിറം നീലയായി. അപ്പോൾ ഈ 2 പരീക്ഷണത്തിൽ നിന്നും, അതായത് മാഗ്നീഷ്യം ഓക്സൈഡും അതുപോലെ കാൽസ്യം ഓക്സൈഡും എന്തായിട്ട് മാറുന്നു? ബേസിക സ്വഭാവമുള്ള പദാർത്ഥമായി മാറുന്നു. അതായത് മെറ്റാലിക് ഓക്സൈഡ്സ് ഷോസ് ബേസിക് ക്യാരക്ടർ. മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ലോഹ ഓക്സൈഡുകൾ. ഇവിടെ മാഗ്നീഷ്യം ലോഹമാണ്, അതുപോലെ കാൽസ്യവും ലോഹമാണ്. മാഗ്നീഷ്യവും കാൽസ്യവും മെറ്റൽസ് ആണ്. അപ്പോൾ ഈ മെറ്റൽ ഓക്സൈഡുകൾ പൊതുവെ ബേസിക സ്വഭാവം പ്രദർശിപ്പിക്കുന്നു. ലോഹ ഓക്സൈഡുകൾ ബേസിക സ്വഭാവം പ്രദർശിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് മെറ്റാലിക് ഓക്സൈഡ് ഷോസ് ബേസിക് ക്യാരക്ടർ. ഹിയർ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക സ്വഭാവം പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ ബേസിക സ്വഭാവം പ്രദർശിപ്പിക്കുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന മെറ്റാലിക് ഓക്സൈഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കലി എന്ന് പറയുന്നത്. അതായത് ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. അപ്പോൾ ഇവിടെ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അതുപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡും ആൽക്കലികൾക്ക് ഉദാഹരണമാണ്. ക്ലാസിഫൈ ദ ഗിവൺ കോമ്പൗണ്ട്സ് ഇൻടു ബേസിക് ആൻഡ് ആസിഡിക് നാച്ചർ. First one, potassium oxide. Yes, sulfur dioxide, phosphorus pentoxide, magnesium oxide, calcium oxide and nitrogen dioxide. First one, potassium oxide. Is it a metal oxide or non-metallic oxide? Potassium is a metal, so it is a metal oxide. ഇത് ലോഹ ഓക്സൈഡ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ലോഹ ഓക്സൈഡുകൾ ബേസിക സ്വഭാവം പ്രദർശിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ SO2. SO2 എന്ന് പറയുമ്പോൾ സൾഫർ നോൺ മെറ്റലാണ്, അലോഹമാണ്. അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിക്കുമ്പോൾ എന്താണ്? ആസിഡിക് സ്വഭാവമാണ്. SO2 ജലത്തിൽ ലയിക്കുമ്പോൾ സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ P2O5 ഫോസ്ഫറസ് അലോഹമാണ്, നോൺ മെറ്റലാണ്. അപ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡ് ഏതിന് എക്സാമ്പിളാണ്? ആസിഡിക് ആണ്. മഗ്നീഷ്യം മെറ്റലാണ്, മെറ്റൽ ഓക്സൈഡാണ് ബേസിക്. കാൽസ്യം ഓക്സൈഡ് കാൽസ്യം മെറ്റലാണ്, മെറ്റൽ ഓക്സൈഡാണ് ബേസിക്. NO2 നൈട്രജൻ നോൺ മെറ്റലാണ്, അലോഹമാണ്, അലോഹ ഓക്സൈഡാണ് ആസിഡിക്. This is the name and chemical formula of alkalis. ചില ആൽക്കലികളുടെ പേരും അവയുടെ രാസസൂത്രവും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. സെക്കൻഡ് വൺ കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH twice. മൂന്നാമത്തെ അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH.
നാലാമത്തെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. അപ്പോൾ നമുക്ക് ഈ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇവയിലെ പൊതുവായ ഘടകം ഏതാണ്? OH എന്നുള്ള ഗ്രൂപ്പാണ് അല്ലേ. ആസിഡിലെ ഹൈഡ്രജൻ ഉള്ളതുപോലെ ആൽക്കലിയിലെ പൊതുവായ ഘടകമാണ് OH ഗ്രൂപ്പ്. ഇനി ആൽക്കലി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. അപ്പോൾ ഈ ആൽക്കലികളെ ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ഇവ എങ്ങനെ അയോണുകളായി മാറുന്നു എന്ന് നമുക്കൊന്ന് കണ്ടെത്താം. NaOH ജലത്തിൽ ലയിപ്പിക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലി ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ അത് Na+ അതുപോലെ OH- അയോണുകളായി മാറുന്നു. അതുപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് Ca2+ പ്ലസ് OH- അയോണുകളായി മാറുന്നു. NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് NH4+ പ്ലസ് OH- അയോണായി മാറുന്നു. അടുത്തത് KOH എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് K+ പ്ലസ് OH- അയോണുകളായി മാറുന്നു. അപ്പോൾ ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ when alkalis are dissolved in water it changed into ions. എങ്ങനെയാണ്? ഒരു പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുമായി മാറുന്നു. അപ്പോൾ ആൽക്കലിയിൽ പൊതുവായി വരുന്ന നെഗറ്റീവ് അയോണാണ് OH- അയോൺ. ഈ OH- അയോണിനെ പറയുന്ന പേരാണ് ഹൈഡ്രോക്സൈഡ് അയോൺ. OH- അയോണിനെ പറയുന്ന പേരാണ് ഹൈഡ്രോക്സൈഡ് അയോൺ. അപ്പോൾ ആൽക്കലിയിലെ പൊതുവായ ഘടകമാണ്, പൊതുവായിട്ടുള്ള അയോണാണ് OH- അയോണുകൾ. അപ്പോൾ ആൽക്കലിയുടെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ആൽക്കലിയെ ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ഈ ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ദാറ്റ് മീൻസ് ആൽക്കലീസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ. ആൽക്കലിയെ ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ അവയിലുള്ള ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ചില ആസിഡുകളുടെയും ആൽക്കലികളുടെയും പേരെഴുതിയിട്ടുണ്ട്. ഇനി അവയുടെ ജലീയ ലായനിയിൽ എങ്ങനെ അയോണുകളായി മാറുന്നു എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് അക്വസ് സൊല്യൂഷനിൽ എങ്ങനെയാണ്. അപ്പോൾ അതിൽ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. HCl ആസിഡാണ് H+. അതുപോലെ HNO3 ആസിഡാണ് H+ അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ H2CO3 കാർബോണിക് ആസിഡാണ് H+ അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ജലീയ ലായനിയിൽ H+ അയോണിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. That means acids are substances which can increase the concentration of H+ ions in aqueous solution. അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൽക്കലിയാണ്. കാരണം എന്താ? OH- ഗ്രൂപ്പാണുള്ളത്. അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഏതിന് എക്സാമ്പിളാണ്? ആൽക്കലിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ആൽക്കലി എന്ന് പറയുമ്പോൾ എന്താണ്? ജലീയ ലായനിയിൽ OH- അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ OH- അയോൺസിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. That means alkalis are substances which can increase the concentration of OH- ions in aqueous solution. So this theory is proposed by the scientist Svante Arrhenius. So it is known as Arrhenius theory. ഈ സിദ്ധാന്തം കണ്ടുപിടിച്ചത് സ്വാൻഡെ അറേനിയസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് ഇതിനെ അറേനിയസ് സിദ്ധാന്തം എന്ന് പറയുന്നു. According to Arrhenius theory, acids are substances which liberate H+ ions in aqueous solution and bases are substances which liberate OH- ions in aqueous solutions. അറേനിയസ് സിദ്ധാന്തം അനുസരിച്ച് ജലീയ ലായനിയിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകൾ. OH- അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ബേസുകൾ. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അഥവാ നിർവീരീകരണ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ആസിഡുകളെക്കുറിച്ചും ആൽക്കലികളെക്കുറിച്ചും വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്ത് ഉൽപ്പന്നമാണ് ഉണ്ടാകുന്നത്? ആ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണമുണ്ടോ? ഇത് തിരിച്ചറിയാൻ നമുക്കൊരു പരീക്ഷണം കാണാം. അപ്പോൾ അതിനു മുമ്പ് ഈ സമവാക്യം ഒന്ന് ശ്രദ്ധിക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലി ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നു. ഉണ്ടാകുന്ന ഉൽപ്പന്നം സോഡിയം ക്ലോറൈഡും ജലവുമാണ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താ? സോൾട്ടാണ് അല്ലേ. സോഡിയം ക്ലോറൈഡ് ഒരു ലവണമാണ്.
അപ്പോൾ ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കറസ്പോണ്ടിങ് സാൾട്ട് ലവണവും ജലവും ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രവർത്തനം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ആൽക്കലിയിലെ OH ഗ്രൂപ്പും ആസിഡിലെ ഹൈഡ്രജനും ചേർന്നാണ് ജലമുണ്ടാകുന്നത് H2O. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള സോൾട്ട് ഏതാണ്? NaCl, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ വേണമെങ്കിൽ എഴുതാം. KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലിയും HClഉം കൂടി പ്രവർത്തിക്കുമ്പോൾ ജലവും ലവണവും ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പൊട്ടാസ്യം ക്ലോറൈഡ് പ്ലസ് H2O. ഇനി ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, നിർവീരീകരണ പ്രവർത്തനത്തിൻ്റെ ഒരു പരീക്ഷണം, ഒരു ടൈട്രേഷൻ റിയാക്ഷൻ നമുക്ക് കാണാം. നമുക്കൊരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ടൈട്രേഷൻ പരീക്ഷണം ചെയ്യാം. പരീക്ഷണത്തിനായി ആവശ്യമുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിലേക്ക് ചേർക്കുന്ന ഇൻഡിക്കേറ്റർ അഥവാ സൂചകം ഫിനോഫ്തലിനാണ്. അപ്പോൾ നമുക്കറിയാം, ആൽക്കലിയിൽ ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ പിങ്ക് നിറമാണ് സാധാരണ ലഭിക്കുന്നത്. അപ്പോൾ നിശ്ചിത അളവ് ആൽക്കലി ഒരു പിപ്പറ്റ് ഉപയോഗിച്ച് അളന്ന് എടുക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലി പിപ്പറ്റ് ഉപയോഗിച്ച് നിശ്ചിത അളവ് 20 ml ആൽക്കലി അളന്നെടുക്കുന്നു. അതിനെ ഈ കോണിക്കുലർ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുന്നു. അളവ് കൃത്യമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി അളന്ന് എടുക്കുന്നത്. ഇനി ഈ ഉപകരണമാണ് ബ്യൂററ്റ്. ഇതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് നിശ്ചിത അളവിൽ എടുക്കുന്നു. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ബ്യൂററ്റിൽ എടുത്തിട്ടുണ്ട്. ഇനി കോണിക്കൽ ഫ്ലാസ്കിലുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിലേക്ക് 2 ഡ്രോപ്പ് ഫിനോഫ്തലിൻ ചേർക്കുന്നു. ഫിനോഫ്തലിൻ ചേർത്തപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുടെ നിറം പിങ്ക് നിറമായി മാറി. കാരണം ഫിനോഫ്തലിൻ ചേർക്കുമ്പോൾ ബേസിക സ്വഭാവമുള്ള പദാർത്ഥങ്ങളാണ് പിങ്ക് നിറം പ്രദർശിപ്പിക്കുന്നത്. ഇനി ബ്യൂററ്റിൽ നിന്ന് ആസിഡ് ഗ്രാജുവലായി ക്രമേണ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ചേർക്കുന്നു. ആസിഡ് ചേർക്കുന്നതിനനുസരിച്ച് കോണിക്കൽ ഫ്ലാസ്കിലുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുടെ നിറം ഇല്ലാതാകുന്നു. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് HClയുമായി പ്രവർത്തിച്ചിട്ട് NaCl പ്ലസ് H2O, സോഡിയം ക്ലോറൈഡും ജലവുമാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.